ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ കുറച്ച് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ് ഒരു കമ്മ്യൂണിറ്റി തുടങ്ങാത്ത, കമ്മ്യൂണിറ്റി ഉണ്ടോ, തുടങ്ങിക്കൂടെ, ഇൻസ്റ്റഗ്രാം ഐ ഡി ഒന്ന് പറയുമോ, ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. ഞാൻ അതിനെപ്പറ്റി ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എനിക്ക് ഒട്ടും ടൈമില്ലാത്ത ഒരാളാണ് ഞാൻ. അതായത് എൻ്റെ പേഴ്സണൽ കുറേ കാര്യങ്ങൾക്ക് പോലും ഒട്ടും ഒട്ടും ടൈം കിട്ടാത്ത ഒരു ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പം എനിക്കിപ്പോൾ സിഗ്നൽസോ അങ്ങനെയിപ്പം ആർക്കും ഡൗട്ട്സ് അങ്ങനെ ക്ലിയർ ചെയ്യാനോ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. മോസ്റ്റ്ലി ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല. ഏത് ഈ ഇതിൽ എന്താണ് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റിയ ഇതിലൊരു സംഭവം സെറ്റാക്കുന്നതിൽ ഓക്കെ. പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞുതരാവുന്നതാണ്. എൻ്റെ അടുത്ത് ഈയിടെ ലാസ്റ്റ് 2 വീഡിയോയിലൊക്കെ ഡൗട്ട് ചോദിച്ചവർക്കൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഭയങ്കരമായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർട്ടഡ് FEGയെ പറ്റിയാണ് പറയുന്നത്. ഇൻവേർട്ടഡ് FEG. അപ്പോൾ ആദ്യം ഞാൻ FEG എന്താണെന്ന് പറഞ്ഞേക്കാം. FEG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇത്ര ഡൗൺ വരുമ്പോൾ ഇത്രയും, അതായത് ഈ 3 ക്യാൻഡിൽ, മൂന്ന് ക്യാൻഡിൽ കൺസിഡർ ചെയ്യുക. 1 2 3 ക്യാൻഡിലിൻ്റെ ഇടയ്ക്ക് വരുന്ന ക്യാൻഡിലിൻ്റെ ഗ്യാപ്പ് കേട്ടോ. ഇൻഎഫിഷ്യൻസി ക്യാൻഡിലിൽ വരുന്ന ഈ ഗ്യാപ്പിനാണ് ലിക്വിഡിറ്റി FEG എന്ന് പറയുന്നത്. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ്. അതേപോലെ തന്നെയാണ് ഇവിടെ ഇത് ചെയ്തേക്കുന്നത്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിന് ഒരു സംഭവമുണ്ട്. അതായത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതേപോലെ ഓർഡർ ബ്ലോക്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവത്തിൽ. അപ്പം ഈ FEGയുടെ ഒരു സംഭവം പറഞ്ഞുതരാം. അതായത് ഈ FEGയിൽ എപ്പോഴും മാർക്കറ്റ് വന്ന് 2 തവണ ടാപ്പ് ചെയ്യത്തുള്ളൂ. 3ാമത്തെ തവണ ടാപ്പ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ വിചാരിച്ചോ അത് കയറി പോവാം, അല്ലാതെ നിൽക്കൂല. ഉറപ്പുള്ള കാര്യമാണ്. എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതെ ഇത് നോക്കി, ഈ FEGയിൽ ഇത് മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്തു, ഇവിടെ ടാപ്പ് ചെയ്തു. ഓക്കെ, അടുത്തത് ഇവിടെ ടാപ്പ് ചെയ്തു. ഇതിപ്പോൾ ഞാൻ ഇവിടെ ടാപ്പ് ചെയ്തു. ഈ ടാപ്പിൽ ഞാനൊരു വെച്ചാൽ അതൊരു വലിയ ബുള്ളിഷ് ക്യാൻഡിലാണ്. ഓക്കെ, ഞാൻ അപ്പോൾ അവിടെ ഇത് വെച്ചിട്ട് ഞാൻ ഒരു ട്രേഡ് എടുത്തെന്ന് വെച്ചോ. ഈ ക്യാൻഡിലിൻ്റെ താഴെ SL വെച്ചിട്ട്, മനസ്സിലായോ? എന്നിട്ട് ഞാൻ ഇതിനെ മേലോട്ട് വെക്കുക. ഇത്രയും എനിക്ക് ഏകദേശം 3.51 എന്ന റേഷ്യോയിലാണ്, റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് എനിക്ക് ഇത് നിൽക്കുന്നത്. ബേസിക്കലി ഇത് കയറിപ്പോവും. ഓക്കെ, ഇത് കയറി ഇവിടം വരെ വരാൻ ചാൻസ് ഉണ്ട് മാക്സിമം. കാരണം ഇവിടം വരെ പ്രതീക്ഷിച്ചു. കാരണം ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാനാണ് ചാൻസ്. ഇതിപ്പം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെക്കൻഡ് ടൈം ചെയ്തു, തേർഡ് ടൈം ടച്ച് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ കയറിപ്പോകുന്നത്. ഇപ്പം വേറെ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ FEG ഉണ്ടല്ലോ, ഈ FEGയിൽ ഇവിടെ വന്ന് ടാപ്പ് ആയില്ല, ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു. ഓക്കെ, ഇത് പിന്നെ വന്ന് ടാപ്പ് ചെയ്തു, പിന്നെ വന്ന് ടാപ്പ് ചെയ്തു. ഇനി ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് കുറവാണ്, ഭയങ്കര കുറവായിരുന്നു. ഇതിങ്ങനെ പോയിട്ട് ചിലപ്പോൾ ബ്രേക്ക് ചെയ്ത് ഇവിടെ വരാനേ ചാൻസ് ഉള്ളൂ. ഓക്കെ, ഇതൊരു വാലിഡ് ആണെന്ന് ഞാൻ പറയൂല. ഇനി ഇൻവേർട്ടഡ് FEG എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പം മറ്റേ FEGയുടെ വേറെ കുറച്ച് എക്സാമ്പിൾസ്. അതായത് ടാപ്പ് ചെയ്തു പോയി, ടാപ്പ് ചെയ്തു, ഇനി തേർഡ് ടൈം ടാപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കരുത്. ഇവിടെ ടാപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് എടുക്കുന്നതിൻ്റെ ഒക്കെ പോക്കാം, മൊത്തം പോക്കാം. ഒരു കുന്തം കിട്ടാൻ പോകുന്നില്ല അവിടെ നിന്ന്. അപ്പം അതാണ് സംഭവം. ഓക്കെ, ഇനി ഇൻവേർട്ടഡ് FEG എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ദി ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഇൻവേർട്ടഡ് FEG ആണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ FEGയിൽ വന്ന് പ്രൈസ് ടാപ്പ് ചെയ്തു, താഴോട്ട് പോയി. അടുത്തത് കയറി വന്നു. ഈ ക്യാൻഡിൽ കാണുമ്പോൾ അറിയാലോ, കയറിപ്പോവും. അടുത്തത് ടാപ്പ് ചെയ്ത് കയറിപ്പോയി. ഇനി കയറിപ്പോയിട്ട് ഇത് ആക്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക, ഇൻവേർട്ടഡ് FEG ആയിട്ടാണ്. അതായത് പ്രൈസ് കയറിപ്പോയിട്ട് പിന്നെ ഇതൊരു സപ്പോർട്ടായിട്ട് ഇത് ആക്ട് ചെയ്യും, ഈ FEG മേലോട്ട്. മനസ്സിലായോ? പിന്നെ ശ്രദ്ധിച്ചാൽ മതി, ഇത് ഇങ്ങനെ
ഇതിങ്ങനെ വന്ന് ഒരു മിനിറ്റ് ഇതിങ്ങനെ പോയി ഇവിടെ വന്നു പോയി ഇവിടെ വന്നു പോയി ഇത്രയും കിട്ടി. ഓക്കെ, ഇത് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ഈ എഫ് ഇ ജി ഇങ്ങനെ ഇറങ്ങി വന്ന് ഇവിടുന്ന് ടാപ്പ് അടിച്ച് താഴെ വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡൗൺ ട്രെൻഡ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ പ്രതീക്ഷിച്ച് ഇവിടെ വരെ വരുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു OB ഉണ്ട്. ഈ OB ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഈ OBയിൽ വന്ന് കയറിയിട്ടാണ് ഇത് പോയത്. ഈ OBയിൽ കയറി പോയിട്ട് ഇവിടെ വന്നു. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്താലും നമുക്ക് എന്താ പറയുക, നമുക്ക് അങ്ങനെ ട്രസ്റ്റ് ചെയ്ത് ഇവിടുന്ന് ഒരു അപ്സൈഡിലോട്ടൊരു ട്രേഡ് എടുക്കാൻ ഒക്കത്തില്ല. കാരണം നമുക്കെപ്പോഴും FEG ആണ്, ഓർഡർ ബ്ലോക്ക് ഉണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഒരു കൺഫർമേഷൻ കിട്ടാതെ എടുക്കുക ചെയ്യരുത്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ വാച്ച് ചെയ്യുക. ഏത് ക്യാൻഡിൽ വരും അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്കറിയാൻ പറ്റും ഏത് ക്യാൻഡിൽ വരുമെന്ന്. ഓക്കെ, ഇപ്പം ഈ ക്യാൻഡിൽ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുക്കാം. കാരണം നമുക്ക് അവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടി. ഇനി ഇവിടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു, ചിലപ്പം ഈ മേളിലോട്ടാണ് അടിക്കാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇതിൻ്റെ താഴെ FEGയുടെ താഴെ നമ്മളൊരു SL വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇത്രയും കിട്ടും. അത്രയും പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല കുറച്ച് ഓർഡർ ബ്ലോക്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു വലിയ ഓർഡർ ബ്ലോക്ക് ഉള്ള ഏരിയയാണ്. അപ്പോൾ നമുക്ക് അത്ര പ്രതീക്ഷ മതി. ഇവിടെ വന്ന് കയറി ചിലപ്പോൾ ഇവിടെയൊക്കെ എക്സിറ്റ് ചെയ്തു ഇത്രയും കിട്ടും. മനസ്സിലായോ? അങ്ങനെയാണ് ഒരു ഇൻവേർട്ടഡ് FEG വർക്ക് ചെയ്യുന്നത്. അതേപോലെ കുറേ ഉണ്ട്. മോസ്റ്റ്ലി ഇത് നോക്കട്ടെ, ഇത് കണ്ടോ, ഇത് ഓൾമോസ്റ്റ് അതേപോലെയാണ്. പക്ഷെ ഇതിൻ്റെ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് കാര്യമില്ല. മനസ്സിലായത്? ഇത് കണ്ടോ, ഇതാണേലും വന്നു ടാപ്പ് ചെയ്തു കയറി, ടാപ്പ് ചെയ്തു കയറി, 2 വട്ടം അത് ഇൻവേർട്ടഡ് FEG ആക്ട് ചെയ്തു, പിന്നെ അത് പോയി, പിന്നെ അത് വാലിഡ് അല്ല. ഇനിയിപ്പോൾ ഇത് വരച്ച് വെച്ചിട്ട് കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച്. മനസ്സിലായി? ഇത് ഇൻവാലിഡ് ആണ്. ഇനിയിപ്പോൾ അത് നോക്കണ്ട. മനസ്സിലായി? ഇത് നോക്കിയാൽ ഇതും വന്നു കയറി, ടാപ്പ് ചെയ്തു കയറി, ടാപ്പ് ചെയ്തു പോയി. FEGs അല്ല, 2 വട്ടം ടാപ്പ് ചെയ്ത് 3ാമത്തെ വട്ടം പ്രതീക്ഷിക്കുക വേണ്ട, സാധനം പോവും. എടാ അത് പോയി കഴിഞ്ഞ് അങ്ങനെയാണത്. ഇനി വേറെ FEG ഉണ്ടോ നോക്കട്ടെ. ഇൻവേർട്ടഡ് FEG ഉണ്ടോ നോക്കട്ടെ. ഇവിടെ ഇൻവേർട്ടഡ് FEG ഇതല്ലേ ഇപ്പോൾ പറഞ്ഞു. ഇവിടെ ഒരു ഇൻവേർട്ടഡ് FEG ഉണ്ടായിരുന്നു. ഇതിൻ്റെ അവസ്ഥ എന്താണ്? ഈ ഇൻവേർട്ടഡ് FEGയിൽ വന്നു ടാപ്പ് ചെയ്തു പോയി, ഇവിടെ വന്നു ടാപ്പ് ചെയ്തു, ഇത്രയും വലിയ റിജക്ഷൻ അടിച്ചു, കൺഫർമേഷൻ ആയില്ല. ഇവിടുന്ന് ഇച്ചിരി ഒന്ന് ഇറങ്ങുമ്പോഴൊക്കെ എടുക്കാവുള്ളൂ കേട്ടോ. ഇത് FEG ആണ്, പോയി എന്നൊന്നും പറയരുത്. ഇത് വേണ്ട, കയറി ഇത്ര എടുത്തു, ഇറങ്ങി, കയറി നിന്ന് എടുത്തു പോയി, കാര്യമില്ല. ഇത് വരച്ച് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ FEGയും കൂടെ മാർക്ക് ചെയ്ത് വെച്ചോണം. ഇതല്ലല്ലോ, സോറി, ഇതിവിടെ മാർക്ക് ചെയ്ത് വെച്ചോണം. അപ്പം നമുക്ക് അറിയാൻ പറ്റും ഇത് കയറിയിട്ട് ഇത് ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാനാണല്ലോ വരുന്നത്. ഇതിങ്ങനെ കയറുമ്പം ഉറപ്പായിട്ടും ഇത് ഇവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ട് എന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ ടാപ്പ് ചെയ്തു, 2 വട്ടം ടാപ്പ് ചെയ്ത് കണ്ട പോയി. ഇങ്ങനെയാണ് ഇൻവേർട്ടഡ് FEG ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതെ, ഇവിടെ ഒരു ഇൻവേർട്ടഡ് FEG ഉണ്ട്. ഇൻവേർട്ടഡ് FEG ഒരു FEG ആണ്. ഈ FEG കയറുന്നത് വേണ്ട ഇവിടെയാണ്. പക്ഷെ ഇത് പാസ് ചെയ്ത് കയറിയില്ല കേട്ടോ. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ ചെയ്താലേ നമുക്കത് കൺഫേം ആയിട്ട് അത് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പറയുവാണേ, ഇവിടുന്ന് ഇത് കയറിയിട്ട് പോയി, ടാപ്പ് ചെയ്തു, നമ്മൾ റീട്രേസ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ക്ഷമയെന്ന് പറഞ്ഞ സാധനത്തിനകത്ത് ഭയങ്കര ആവശ്യമുള്ള സാധനമാണ്. ക്ഷമയില്ലെങ്കിൽ പോയി മരക്കളെ, കയ്യിൽ നിന്നുള്ളതെല്ലാം പോയെന്ന് വിചാരിച്ചാൽ മതി. മറ്റേ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ലോസ് പിന്നെ നീട്ടാം, എന്താണ് ടാർഗറ്റ് കുറച്ചുകൂടെ നീട്ടാം. കാരണം മാർക്കറ്റ് നല്ല രീതിയിൽ പോകുന്നുണ്ട്, ഇത് അതിൻ്റെ അപ്പുറം പോവും ഈ പോക്ക് പോയാൽ എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇരിക്കത്തേ ഉള്ളൂ അവിടെ. അനുഭവത്തിന് വെളിച്ചത്തിലായി പറയുന്നത്. ഫസ്റ്റ് ടാപ്പ് ചെയ്തു പോയേ,
പോവാ. ഇവിടെ വന്ന് ഇവിടം വരെ വേണേ ഒരു ട്രേഡ് എടുക്കാം. ഒരാൾക്ക് ഇപ്പം ഇതിന്റെ ഈ FEGയുടെ ഇവിടെ വെച്ചിട്ട് എടുത്തെന്ന് വെച്ചു, കിട്ടി. ഇത്രയും കിട്ടിയേ. ഇത്ര കുറച്ചൊക്കെ വെച്ചാൽ മതി. ഞാനങ്ങനെ അതെനിക്ക് ചെയ്യൂല. ഒത്തിരി ചിലരുണ്ട് ഇവിടുന്ന് ഇത്രയും വെക്കുന്നത്, അത്രയൊന്നും ഞാൻ വെക്കൂല. അത്രയും വെച്ചിട്ട് വിടും. ഓക്കെ, അതെടുത്തു. രണ്ടാമത് ടാപ്പ് ചെയ്തു, കയറി. രണ്ടാമത് ടാപ്പ് ചെയ്യുമ്പം നമ്മുടെ ഒരു പ്രതീക്ഷ അനുസരിച്ച് ഇവിടം വരെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ നല്ലൊരു കുറെ റിജക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും സെല്ലിങ് ഇവിടെ കാണും. ഒരു FEG ഉണ്ട്, ഇങ്ങനെ കൂടെ പ്രതീക്ഷിക്കുക. ഇവിടെ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ FEG ഫോം ചെയ്യുമ്പോൾ വരച്ചിടുക. വരച്ചേ പഠിക്കത്തുള്ളൂ, അല്ലാതെ നമ്മൾ പെട്ടെന്ന് പഠിക്കൂല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ വരച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം ഇത് ഇവിടെ വരും. അപ്പം ഞാൻ എൻ്റെ ടാർഗറ്റ് ഇവിടെ വെച്ച് എൻ്റെ SL ഇത്രയും വെക്കുക. എനിക്ക് കുറച്ച് SL മതി. അപ്പം 4:38 എന്നുള്ള രീതിയിൽ ഇത്രയും കിട്ടി. ഇതിപ്പം 15 മിനിറ്റ്സിലെ 5 മിനിറ്റ്സിലെ കാണുമ്പോൾ മനസ്സിലായി ഇതൊന്നും വേണ്ട. ഇത്ര സംഭവമാണെന്ന്. ഇത്രയും ക്യാൻഡിൽ ഫോമായി. ഇതിൽ എത്ര കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇതൊന്നും ചെറിയ ട്രേഡ് അല്ല. ഈ കിട്ടിയേക്കുന്നതാണ്, നോക്കും. ഇത്രയാണ് കിട്ടിയേക്കുന്നത്. ഇത് ചെറുതല്ല. ഇവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ FEG എടുക്കുമ്പോൾ അറിയാമല്ലോ, ഈ FEG അങ്ങോട്ട് ഇവിടെ ടാർഗറ്റ് വെച്ച് FEG കിട്ടി, സെറ്റായി. FEG സെറ്റ് കഴിഞ്ഞ് എപ്പോഴും ഈ 15 മിനിറ്റ്സിൽ അല്ലെ 1 അവറിൽ ചെയ്യാവുള്ളൂ മാക്സിമം. ക്രിപ്റ്റോയിലൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം ആ ഒരു ഇതിൽ ചെയ്യാവുള്ളൂ. അടിച്ചു പോയി, ഇത് താട്ട് പോകാൻ നമുക്കറിയാം. പിന്നെ 50 മിനിറ്റ്സിലോട്ട് പോകണേ. ഇത് ഇവിടെ ഇതായേ. അത്യാവശ്യം വിവരമുള്ളവന് പറ്റി. ഇത് വേറൊന്നുമല്ല, ഇത് ഞാൻ ഇവരുടെ ബൂട്ട് ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇത് വരുന്നതാണ്, ഹെവൻ ആർക്കിൻ്റെ. അത് ഇന്ത്യൻ മാർക്കറ്റ് ആയിരുന്നു. അതിൻ്റെ ഒരു ചെറിയ വർക്ക്ഷോപ്പ് പോലെ കയറിയതാണ്. അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആട്ടോ. ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അത്യാവശ്യം നൈസായിരുന്നു എന്ന്. അല്ലാതെ ഞാൻ ആർക്കും അത് അത് മറ്റേ കൊള്ളാം പൊളി സാധനമൊന്നുമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കോഴ്സൊക്കെ ട്രേഡിങ്ങിന് പറഞ്ഞ കിടപ്പുണ്ട്, ഇഷ്ടമുള്ളത് എടുക്കാം ആൾക്കാർക്കൊക്കെ. പക്ഷേ ഈ സാധനം പഠിക്കാതെ ഒരിക്കലും ഈ സാധനത്തിനകത്ത് ഇറങ്ങരുത്. ഓക്കെ, ഇപ്പം ഞാൻ പറയാണ്, ഇതിപ്പോൾ ഇവിടെ അടിച്ചു കിട്ടി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടാപ്പായി. ഇവിടെ ഇത്രയും ഇത് നടന്നു. മേ ബി നമുക്ക് പ്രതീക്ഷിക്കാം ഇത് മേളിലോട്ട് പോകുമെന്ന്. പക്ഷെ ഇത് മേളിലോട്ട് പോവില്ല എന്നൊരു കൺഫർമേഷൻ കിട്ടിയ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. ഇത്ര SL വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ഏതായാലും ഫെയിൽ ആവുമെന്ന് നമുക്കറിയാം. കാരണം ഇത് രണ്ടാമത് ടാപ്പ് ചെയ്ത് മൂന്നാമത് ടാപ്പ് ചെയ്യൂല നമുക്കറിയാം. താഴത്തെ ഇവിടെ എടുക്കാം. ഇവിടെ കിട്ടുന്നതിന്റെ റീസൺ, ഇവിടെ കൊടുക്കുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതൊരു എന്താ പറയുക, ടാർഗറ്റ് പോലെ വെക്കാതെ വേണം നോക്കാം. നമുക്ക് ചില പോയിന്റിൽ നമുക്ക് ടാർഗറ്റ് അങ്ങനെ വെക്കാൻ ഒക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഇത് ചെയ്യുക എന്നുള്ളൊരു സംഭവം കിട്ടൂല. മനസ്സിലായ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഇതുണ്ട്, എന്താണ് ഓർഡർ ബ്ലോക്ക് ഒക്കെ ഉണ്ട്. നമ്മളിത് ഇങ്ങനെ മാർക്ക് ചെയ്തിടും. ഓക്കെ, ഇവിടെ വരെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഇവിടുന്ന് ഒരു ചെറിയ റീട്രേസ്മെന്റ് വരുമ്പോൾ വരുന്ന കാണുമ്പോൾ ഇവിടെ വന്നു ടാപ്പ് ചെയ്തു, കൺസോൾഡേറ്റ് ചെയ്തു. ഓക്കെ, ഇത്രയും കിട്ടിയില്ലേ, മതിയെന്ന് വിചാരിക്കുക. അതെടുത്തിട്ട് അടുത്ത ട്രേഡ് പ്ലാൻ ചെയ്യുക. അത്രേ ഉള്ളൂ. നത്തിങ് മോർ നത്തിങ് ലെസ്. ഇഷ്ടം പോലെ ട്രേഡ് ഉണ്ട്. 15 മിനിറ്റ്സിലും 1 അവറിലും ഒക്കെ പ്ലാൻ ചെയ്യാൻ പറ്റി ഇഷ്ടം പോലെ ട്രേഡ് ഉണ്ട്. നേരെ നോക്കിയോ, ഇത് ഞാൻ ഉറപ്പാണ്, ഇത് SL അടിക്കാതെ ഇത് കയറും, ഇവിടം വരെ കയറും, ഉറപ്പുള്ള സംഭവമാണ്. ഇത് നോക്കി വെച്ചോ. ഈ കണ്ടല്ല, ഞാൻ ഇപ്പൊ ഇതൊന്നും ഞാൻ എടുത്ത എൻട്രി അല്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി എടുത്ത എൻട്രി അല്ല, കാണിച്ചു തരാൻ വേണ്ടി വെച്ചേക്കുന്ന ലോങ് പൊസിഷന്. ഇതൊക്കെ നോക്കിയോ, ഇത് നോക്കിയിട്ട് ഇത് നോക്കി വെച്ചിട്ട് നോക്കിയോ, ഇത് ഇവിടം വരെ വരും, ഉറപ്പുള്ള കൺഫേം സാധനമാണ് എന്ന് പറഞ്ഞ് ഞാൻ എന്ത് കാര്യം ഇപ്പൊ കയറി മറ്റേ YG എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇത് നോക്കിക്കോ, ഒരു ബാക്ക് ടെസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ നോക്കിക്കോ. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടെക്നിക്കാണ് ഈ സമയത്ത്. പൊതുവെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തരാറില്ല. ഞാൻ എൻ്റെ കുറച്ച് റിസർച്ചിൻ്റെയും
ഇതിൻ്റെയൊക്കെ ഒരു ബാക്കി എന്താണ് ഇങ്ങനെ പോയതിൻ്റെ ഒരു പുറകിൽ എനിക്ക് കിട്ടിയൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഏത് സ്ട്രാറ്റജി ഏത് മെത്തേഡ് ഒരുത്തം പറഞ്ഞാലും അതെല്ലാം ബാക്ക് ടെസ്റ്റ് ചെയ്യണം. ബാക്ക് ടെസ്റ്റ് ചെയ്യാതെ മാർക്കറ്റിൽ ചെന്നിട്ട് അത് അങ്ങനെ പറ്റും ഇങ്ങനെ പറ്റും എന്നൊക്കെ ഉള്ള മറ്റേ നിഗമനത്തിന്റെ പേരിൽ അയാൾ അങ്ങനെ പറഞ്ഞു ഇയാൾ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് നോക്കി ഇരിക്കേണ്ടി വരും. ശരിക്കും പറയാലോ, അത് നോക്കി ഇരിക്കേണ്ടി വരും. ബാക്ക് ടെസ്റ്റ് ചെയ്യാതെ ഒരു പരിപാടി നടക്കത്തില്ല. ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. ഇതിനകത്തോട്ട് ഇറങ്ങുവാണ് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പം അത്യാവശ്യം വീഡിയോക്കൊക്കെ റീച്ച് കയറുന്നുണ്ട്, ഐ മീൻ വ്യൂസ് കയറുന്നുണ്ട്. അപ്പം ഈ വ്യൂ കാണുന്നവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതില് എക്സ്പേർട്ട് ആയാലേ ഈ സാധനമൊക്കെ മറ്റേ മൈൻഡ് സെറ്റ് ഒക്കെ വെച്ച് നോക്കി ചെയ്താലേ ഇത് കിട്ടത്തുള്ളൂ. ഇല്ലാതെ ഇന്ന് വന്ന് എൻ്റെ വീഡിയോ ഉണ്ട്, നാളെ വാ നമുക്ക് ചെയ്യാൻ തുടങ്ങാം, വീട്ടിൽ നിന്ന് എവിടെന്നേലും ഒരു 10,000 1500 5000 ഒക്കെ മേടിച്ചിട്ട് ചെയ്തെന്ന് നോക്കി കഴിഞ്ഞാൽ പോവും. ഞാൻ പറയാണ്, ഞാനിപ്പം ഈ ലെവലിൽ എന്ന് വെച്ചാൽ എൻ്റെ ഒരു ബേസിക് സ്റ്റോറി പറഞ്ഞുതരാം. ഈഗോയുടെ പുറത്ത് തുടങ്ങിയ പരിപാടിയാണ് ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവം. ഈഗോ എന്ന് പറഞ്ഞാൽ വീട്ടുകാരോടും ഒന്നുമില്ല, കുറച്ച് എൻ്റെ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് ആൾക്കാരുടെ പേരിൽ തുടങ്ങിയ സാധനമാണ്. ഓക്കെ, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞ കുറച്ച് പേരുടെ മുമ്പിൽ ഞാൻ പറ്റും എന്ന് പറഞ്ഞ് തെളിച്ച് കാണിച്ചത്. ഓക്കെ, അത് ഞാൻ തെളിച്ച് കാണിച്ചത് വേറെ എങ്ങോല്ല ഇന്ത്യൻ മാർക്കറ്റിലാണ്. ഓക്കെ, പിന്നെ എൻ്റെ കുറച്ച് നമ്മൾ അറിയാലോ, നമ്മളൊരു സമയമാകുമ്പോൾ ഓവർ സ്മാർട്ട് ആയതിൻ്റെ പേരിൽ നമുക്ക് കുറച്ച് ഫണ്ട് ലോസ് ഒക്കെ എനിക്ക് വന്നു. ഞാൻ എന്നിട്ട് പിന്നെ പഠിച്ചു. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 3 ഇയേഴ്സ് ആവുന്നു ട്രേഡിങ് തുടങ്ങിയിട്ട്. ഓക്കെ, ഞാൻ തുടങ്ങിയിട്ട് 3 ഇയേഴ്സ് ആവുന്നു. ഞാൻ ആദ്യം ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ മോർണിംഗ് സ്റ്റാർ അങ്ങനെ ഇങ്ങനെ ക്യാൻഡിൽസിൻ്റെ പേര് ഒക്കെ വെച്ചിട്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ സ്റ്റോറി എന്താണെന്ന് അറിയത്തില്ല. ഞാൻ യൂട്യൂബും ബേസിക്കലി പറയുകയാണെങ്കിൽ യൂട്യൂബ്, പിന്നെ അത്യാവശ്യം ചില ഞാൻ പൈസ കൊടുത്തിട്ട് എങ്ങും പഠിച്ചിട്ടില്ല കേട്ടോ. എങ്ങും പഠിച്ചിട്ടില്ല. ഈ ഹെബനാർക്കിൻ്റെ ഞാൻ മുമ്പേ കാണിച്ചില്ലേ, അതിൻ്റെ ബൂട്ട് ക്യാമ്പ് ഇതിന് കോഴ്സല്ല, അതൊരു 2 ഡേ ക്ലാസ്സാണ്. ഓക്കെ, ഒരു 2 ദിവസത്തെ ക്ലാസ്സാണ്. അതിൽ പറഞ്ഞു തരൂല എന്ന് ഞാൻ പറയുന്നില്ല, നല്ല രീതിയിൽ പറഞ്ഞു തരും അത്യാവശ്യം. ഓക്കെ, അവരുടെ ക്ലാസ്സൊക്കെ അത്യാവശ്യം നൈസാണ്. അങ്ങനെ ആ ഒരു ക്ലാസ്സിൽ ഞാൻ ഒരു 200 റുപ്പീസ് കൊടുത്ത് കയറിയല്ലാതെ ട്രേഡിംഗ് എന്നുള്ള സാധനത്തിന് ഞാൻ പൈസ കൊടുത്തെങ്കിലും പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഫ്രീ ആയിട്ടല്ല പഠിച്ചത്. കാരണം നമുക്ക് കുറേ ഫ്രീ കോഴ്സസ് അവൈലബിൾ ആയിരുന്നു ആ ടൈമിൽ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ച ഒരാളാണ്. പക്ഷെ ആ പഠിച്ച ടൈമിലൊക്കെ ഞാൻ ഓരോ ക്യാൻഡിലും ഇപ്പോൾ ഇത് ഇങ്ങനെ എൻഗൾഫി ഇങ്ങനെ പോകും, അതങ്ങനെ ഇങ്ങനെയാണ് ഈ ക്യാൻഡിൽ പാറ്റേൺ പോകുന്നത്, അതാണ് ഈ ക്യാൻഡിൽ പാറ്റേൺ. ബേസിക് ആയിട്ട് അത് പഠിച്ചു തുടങ്ങിയിട്ട് നമ്മൾ എത്തേണ്ട ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്യാൻഡിൽ എന്തുകൊണ്ട് അങ്ങനെ ഫോം ചെയ്യുന്നു, അതിൻ്റെ ബാക്കിലുള്ള കഥ എന്താണ്. അതെ, ഈ ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് ഇവിടെ നടന്ന കഥ എന്താ, ഇവിടെ ഇത് ഓപ്പണായി കാണിച്ചു തരാം, അത് മനസ്സിലാക്കണം. ഓക്കെ, ഈ ക്യാൻഡിൽ ദേ ഇവിടെ ഓപ്പണായി, ഇവിടുന്ന് ആൾക്കാർ മേടിച്ച് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും കുറേ പേര് വിറ്റ് ഇങ്ങ് കൊണ്ടുവന്നു. ഓക്കെ, അതേപോലെ കുറേ പേര് വിറ്റ് ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടുന്ന് ആൾക്കാർ മേടിച്ച് ഇവിടെ ആയപ്പോഴത്തേക്കും അടുത്ത ക്യാൻഡിൽ വന്നു. ഓക്കെ, ഇതാണ് ഇവിടുത്തെ സ്റ്റോറി. അപ്പം ഈ ഒരു സ്ഥലമില്ലേ, ഈ ഒരു സ്ഥലം ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിൽക്കുമായിരുന്നു. ഇവര് വിറ്റ് വരിക. ഓക്കെ, നല്ല രീതി വിറ്റിട്ടാണ് ഇവിടെ കൊണ്ട് എത്തിച്ചത്. അപ്പം അടുത്ത ക്യാൻഡിൽ ഫോം ആയപ്പം ഇത് ഇവിടെ ഓപ്പൺ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇവര് കുറെ പേര് മേടിച്ച് പോയി ഇവിടെ. അപ്പൊ എന്ത് ചെയ്ത്, ഇവിടെ ആൾക്കാർ വിറ്റോണ്ടിരുന്നേ എത്ര വിറ്റ ഓർഡർ കിടക്കും. അപ്പൊ ഇവിടുന്ന് വിറ്റ് ഇങ്ങനെ വന്ന് വിറ്റ് താഴെ വന്നപ്പോ എന്തുവാ, ഇവിടുന്ന് ആൾക്കാർ മേടിക്കുമായിരുന്നു. ഇവിടുന്ന് മേടിച്ച് പറഞ്ഞു വിട്ട് തിരിച്ച് മേടിച്ച് പറഞ്ഞു ഇവിടെ വന്ന്. അപ്പൊ അടുത്ത ക്യാൻഡിൽ വന്നു. ഏത് കണ്ട, ഇതാണ് ഈ 2 ക്യാൻഡിലിന്റെ സ്റ്റോറി. ഓക്കെ, ഇതിൽ കൂടുതൽ ഈ 2 ക്യാൻഡിൽ സ്റ്റോറി എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. അതേപോലെയാണ് ഓരോതും. അപ്പം ഇതിന്റെ ഞാൻ പറയുകയാണെങ്കിൽ എന്ത് സാധനം ഇതല്ല എന്ത് ചെയ്ത് ഇതിൻ്റെത് ഇത് തൊട്ട് ഇവിടം വരെ ഇത് കവർ ചെയ്തു. അടുത്ത ക്യാൻഡിൽ ഇതിന്റെ ഇവിടം വരെ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോഴെന്തേ ഇത്ര ഏരിയ ഫ്രീയാ. അപ്പൊ എന്ത് ചെയ്ത്, ഈ ക്യാൻഡിൽ വന്നിട്ട് ഇതിന് ഇത്രയും കവർ ചെയ്തു, അപ്പോഴും ഇത്രയും ഉണ്ട്. ഓക്കെ, അപ്പം
ഇത്രയുണ്ട്. അപ്പോഴും വേണ്ടി ഇവിടെ ഇത് കാണുമ്പോൾ നമുക്കറിയാം പിന്നെ സെല്ലേഴ്സ് ആണ്. സെല്ല് ചെയ്ത് വരിക. ഇത്രയും ക്യാൻഡിലൊക്കെ ഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടുന്ന് വിറ്റോണം. ഇവിടെ വെച്ച് ഇനി മേളിലോട്ട് പോകുമെന്ന് വിചാരിച്ചിരിക്കരുത്. അവിടെ വിൽക്കുക. വിറ്റ് കഴിഞ്ഞിട്ട് നോക്കുക ഇനിയിപ്പോൾ എന്തായിരിക്കും ഇവിടെ നടക്കാൻ പോവാ. ഇവിടെ ഒരു എഫിജി ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ക്യാൻഡിൽ ബേസ് ചെയ്ത് റെസ്പെക്ട് ചെയ്ത് നമ്മൾ പറയുമ്പോൾ ഇവിടെ ഒരു എഫിജി ഉണ്ട്. ഈ എഫിജിക്ക് എന്ത് പറ്റും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഈ എഫിജിക്ക് എന്ത് പറ്റുമെന്ന് നോക്കുമ്പോൾ ടാപ്പ് ചെയ്തു. ഇത് അടിച്ചു പോയി. ഈ ക്യാൻഡിൽ വന്നു അടിച്ചു പോയി. മൂന്നാമത്തെ പ്രതീക്ഷിക്കണ്ട, താഴോട്ടായിരിക്കും. എങ്ങനെ പോയാലായിരിക്കും. കണ്ട ഇറങ്ങിപ്പോയത് കണ്ട. അതങ്ങനെയാണ്. ഒരു വലിയ ഒരു പ്രപഞ്ച സത്യം എന്നൊക്കെ പറയുന്ന സാധനമാണ്. 2 വട്ടം എഫിജിയിൽ കയറി കഴിഞ്ഞാൽ മൂന്നാമത്തെ വട്ടം ഇറങ്ങിപ്പോവും. അത് അങ്ങനത്തെ ഒരു പുള്ളിക്കാരനാണ് ഈ മാർക്കറ്റ് എന്നുള്ളത്. അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരാൾക്ക് ഇത്രയും. അപ്പം ഞാനിപ്പോൾ ഇത്രയും പറയാനുള്ള റീസൺ, ഐ മീൻ ഇത്രയും ക്യാൻഡിൽസിനെ പറ്റി പറയുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്യാൻഡിലിന്റെ സ്റ്റോറി പറയാൻ മനസ്സിലായിരിക്കണം, ബാധ്യസ്ഥരായിരിക്കണം. അവിടെ എന്ത് നടന്നു, അവിടെ എന്താണ് നടക്കുന്നത് എന്നൊക്കെ. എന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് ഇവിടെ കയറും, ഉറപ്പുള്ള കാര്യമാണ്. എനിക്കറിയാം ഇവിടെ എന്താ നടക്കുന്നത്. ഇവിടെ വേണേൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇവിടെ ആൾക്കാർ ഇതിപ്പം ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് പാതിരാത്രിക്കായിരിക്കും. പാതിരാത്രിക്കാണോ നാളെ ആയിരിക്കും ചിലപ്പോൾ. ഐ മീൻ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പോൾ 7th റെക്കോർഡ് ചെയ്യുന്നത്. 7th നൈറ്റ് 9:50 രാത്രിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, സൺഡേ. ഇതൊരു മിക്കവാറും നാളെ രാവിലെയോ ഉച്ചയ്ക്കോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എനിക്കത് കുറച്ച് വെട്ടാനൊക്കെ ഉണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് ചുമയാന്നിട്ടൊക്കെ പറഞ്ഞായിരുന്നു. ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വെട്ടിക്കളയും. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ടൈമിൽ നാളെ വരത്തുള്ളൂ. അപ്പം ഈ ഒരു ഇത് വെച്ചിട്ട് നോക്കിയോ, ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇവിടെ ഇത്രയും പേര് വിറ്റ് വരുമായിരുന്നു. ഓക്കെ, അതിൻ്റെ ഒരു സംഭവം ഇവിടെയും കാണാം നമുക്ക്, വിറ്റതൊക്കെ. അപ്പോൾ ഇവിടുന്ന് ആൾക്കാരൊക്കെ വിറ്റ് വന്നപ്പോൾ ഇവിടുന്ന് ആൾക്കാർ മേടിച്ച് പോയി ഇവിടം വരെ. അതെല്ലാം ഫില്ല് ചെയ്ത് ഇവിടുത്തെ ഓർഡർ എല്ലാം ഫില്ല് ചെയ്ത് ഇവിടുത്തെ ഓർഡർ ഫില്ല് ചെയ്ത് ഇവിടുത്തെ ഓർഡറോടെ ഫില്ല് ചെയ്താൽ മതി. ഇത് ഇങ്ങനെ പയ്യെ ഇവിടം വരെ വരും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ സെല്ലേഴ്സ് കൂടുതലാണ്. ഇതൊക്കെ പയ്യെ അടിച്ചടിച്ച് ഓരോ ക്യാൻഡിൽ വന്ന് കയറി പക്ഷെ ടൈം എടുക്കും കേട്ടോ, നല്ല ടൈം എടുക്കും. ഇതിന് മുമ്പായിട്ട് അതാണ് ഞാൻ ഈ ടാർഗറ്റ് വെച്ചത്. ഇവിടെ വന്ന് കയറിയിട്ട് ഇത് തിരിച്ചറിയും പോകും. ഡാം ഷുവറാണ്. ചിലപ്പോൾ ഇതിന് മേലോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ വരെ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വരെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ നല്ല ഓർഡറുള്ള കൊണ്ടുണ്ട്. ഇവിടെ വരെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വരാതിരിക്കാം. അതാണ് അതിൻ്റെ അവസ്ഥ. ഓക്കെ, അതങ്ങനെയാണ്. വരാതിരിക്കാം അവിടം വരെ. പക്ഷെ ഇത്രയും പോരെ എന്ന് വെച്ചാൽ നമുക്ക് മറ്റേ ലക്കി ഭാസ്കറിനകത്ത് ദുൽഖർ പറയുന്ന പോലെ പുള്ളി എവിടെ തുടങ്ങി എവിടെ നിർത്തി എന്നുള്ളതിനൊക്കെയാണ് കാര്യം എന്ന് പറയൂലേ. അതൊരു വലിയ ഫാക്ടറാണ്. നമ്മൾ എവിടെ തുടങ്ങി എവിടെ നിർത്തി എന്നുള്ള വലിയ ഫാക്ടറാണ് ഇതിനകത്ത്. അത് നോക്കണം. ഇതിനകത്ത് നമ്മളെ ഭയങ്കരമായിട്ട് കൊണ്ടുവന്നൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീഡാണ്. എനിക്ക് ഭയങ്കര ഗ്രീഡായിരുന്നു. എൻ്റെ പൈസ ഒക്കെ പോയത് ഗ്രീഡിലാത്തായിരുന്നു ഒരു സമയത്ത്. പക്ഷെ ഇപ്പം ഞാൻ തിരിച്ചു പിടിച്ചു കേട്ടോ, വേറെ സത്യം. എൻ്റെ പിയാനല്ലോ ഒന്നും ഞാൻ ആരെ കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ജസ്റ്റ് ഞാൻ എൻ്റെ കുറച്ച് പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അപ്പം പിയാനൽ ഒന്ന് ചോദിച്ചാൽ ആരും വരരുത്. ചോദിച്ചാലും തരൂല, കാണിക്കൂല ഒരിക്കലും. കമ്മ്യൂണിറ്റി എങ്ങും ഞാൻ ഇടാൻ പോകുന്നില്ല. ഞാൻ ഒരിക്കലും ഈ ഒരു ട്രേഡിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഒരു ഇതുപോലെ തുടങ്ങുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. തുടങ്ങൂല മിക്കവാറും. എനിക്ക് ഇങ്ങനെ പോകുന്നതാണ് താല്പര്യം. എല്ലാവർക്കും ഡൗട്ടൊക്കെ പറഞ്ഞു കൊടുത്ത് ചിലപ്പോൾ പലരും ഈ സാധനം അങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞു കൊടുക്കുന്ന സാധനമാണ്. കോഴ്സിൽ മാത്രം പറഞ്ഞു കൊടുക്കുന്ന സാധനമാണ് ഇങ്ങനെ. അതാണ് ഞാനിവിടെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വാല്യൂ വെച്ചിട്ട് കാണുക. ഓക്കെ, അപ്പം അത്രേ പറയാനുള്ളൂ. Hope you guys understand about the video and the subject and the concept all over. Okay, അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരുടെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ലൈക്കും പിന്നെ ഷെയറൊക്കെ ചെയ്ത് വ്യൂസൊക്കെ ആക്കി സബ്ബൊക്കെ ചെയ്യിപ്പിച്ച് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കേണ്ടതാണ്. അതേപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ എന്തും ചോദിക്കുന്ന കാര്യത്തിന് വാലിഡ് ആയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള ആൻസർ ആണ് വേണ്ടതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് റിപ്ലൈ തരുന്നതായിരിക്കും. ഇൻ കേസ് ഇപ്പം റിപ്ലൈ തരാത്ത കമൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് റിപ്ലൈ തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ മാത്രം മതി.
മെജോറിറ്റി റിപ്ലൈ തരും. തരാതിരിക്കത്തൊന്നുമില്ല. ഓക്കെ. അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ. ബൈ ബൈ.